വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനായി സമാഹരിച്ച 34 കോടി രൂപ ഉടൻ കൈമാറും. സൗദിയിലെ ഇന്ത്യൻ എംബസി തുടർ നടപടികളിലേക്ക് കടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ റഹീമിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നിയമസഹായ സമിതിയും. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടവും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് പോകാൻ തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ് ദീപക്. എന്തായാലും യഥാർത്ഥ കേരള സ്റ്റോറി ഇന്നലെ നമ്മൾ കണ്ടു. സെക്കൻഡുകൾ കൊണ്ട് പണം മാറി മാറി കോടികളാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കൃത്യമായി കണ്ട് അറിയാനായി മലയാളി പ്രേക്ഷകർക്ക് 24 ഇന്നലെ സാധിക്കുകയും ചെയ്തു. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, സ്മിത, റിയൽ കേരള സ്റ്റോറി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിലെ റിയൽ കേരള സ്റ്റോറിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് ഇന്നലെ അത് കാണുക എന്നുള്ളത് ഇന്നലെ അത് യാഥാർത്ഥ്യമാവുകയായിരുന്നു, അല്ലെങ്കിൽ അത് വിജയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പം നിൽക്കുന്നത് റഹീമിന്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്നും നമുക്ക് ഇതുവരെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയത്തും നമ്മുടെ മനസ്സിലൊരു വിങ്ങലായിരുന്നു. പക്ഷേ ഇന്ന് സന്തോഷത്തോടെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുൻപിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. നമുക്കറിയാം, ഒരു മോർണിംഗ് ഷോയിലായിരുന്നു SKNന്റെ ആഹ്വാനം. അതിനുശേഷം നമ്മൾ മാത്രമല്ല, 24 മാത്രമല്ല, പൊതുസമൂഹം ഒന്നടങ്കം ഈ റഹീമിന്റെ കുടുംബത്തിനൊപ്പം നിന്നു. ഒരുപക്ഷെ ഈ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഉമ്മ, അത് റഹീമിന്റെ ഉമ്മ പാത്തുമ്മയാണ്. ഈ റഹീം എന്ന പദത്തിന്റെ അർത്ഥം കാരുണ്യവാൻ എന്നാണ്. അബ്ദുൾ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാന്റെ അടിമ എന്നാണ്. ആ കാരുണ്യവാന്റെ കൃത്യമായ കാരുണ്യം ചൊരിഞ്ഞു റഹീമിന്റെ കുടുംബത്തിന് നേരെ എന്നുള്ളതാണ്. ഈ ഉമ്മയാണ് യഥാർത്ഥത്തിൽ താരം. ഈ ഉമ്മ നടത്തിയ അഭ്യർത്ഥന, ആ അഭ്യർത്ഥനയിലാണ് ലോകം, മലയാളികളാകെ സഹായത്തിന് എത്തിയത്, സഹായഹസ്തമായി എത്തിയത്. അത് കൊച്ചു കുട്ടികളുടെ നാണയത്തുട്ടുകൾ മുതൽ കോടികൾ വരെ ഒരുമിച്ചെത്തി. നമുക്കറിയാം, നമ്മുടെ ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് ഇതിന്റെ പ്രധാന രക്ഷാധികാരിയായിരുന്നു സൗദിയിൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു കമ്മിറ്റി, അതുപോലെ തന്നെ കേരളത്തിലും നിയമസഹായ സമിതി വലിയ പ്രവർത്തനം കാഴ്ചവെച്ചു. എല്ലാ ദിവസവും SKN രാവിലെ മോർണിംഗ് ഷോയിൽ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെയും വിളിച്ച് വ്യക്തിപരമായ SKN പറയുന്നു, വീണ്ടും വീണ്ടും റഹീമിന്റെ വാർത്തകൾ കൊടുക്കണം, റഹീമിന്റെ കുടുംബത്തിനൊപ്പം കാണണം എന്നുള്ളത്. ആ ക്യാമ്പയിൻ മൊത്തം പൊതുസമൂഹം ഏറ്റെടുത്തു. നിരവധി പ്രമുഖർ, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം തന്നെ ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ ഉമ്മയുടെ സന്തോഷം കാണുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷം, ചാരിതാർത്ഥ്യം ഉണ്ടാവുന്നത്. ഉമ്മ, ഒരുപാട് സന്തോഷം തോന്നുന്നില്ലേ? ഇന്ന് നോമ്പുണ്ടോ? നോമ്പുണ്ടോ? ഇല്ല, ഇന്നില്ല. ഒഴിവാക്കിച്ചാണ്. ഉമ്മ, എന്താ ഉമ്മക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞങ്ങളൊക്കെ ശ്രമം കൊണ്ടിട്ട് ഇത്രയും വേഗത്തിൽ എന്റെ കുട്ടിയുടെ കാര്യത്തിൽ പൈസകളൊക്കെ ശരിയായി അവർക്ക് കൊടുക്കാന്നറിഞ്ഞ് ഇനി വേഗത്തിൽ നാളെ മറ്റന്നാളായിട്ട് കുട്ടികൾ കാണുകയും ചെയ്യട്ടെ. അതിനെല്ലാവരും ശ്രമിക്കുക. കണ്ട സന്തോഷമായി. ഉമ്മ ഇത് തുടക്കത്തില് ഈ ഒരു അഭ്യർത്ഥന ഉമ്മ പറയുമ്പോൾ, ഇപ്പൊ ഞങ്ങളുടെ 24 അടുത്തൊക്കെ ഉമ്മ ആദ്യം പറയുമ്പോൾ ഉമ്മ കരയായിരുന്നു. സത്യത്തിൽ ഉമ്മ പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വേഗം ഇങ്ങനെ ഒരു സഹായത്തിലേക്ക്? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒക്കെ ശ്രമിക്കുക. എപ്പോഴാണ് ആയി കിട്ടുക, എന്താ ആയി കിട്ടുക എന്നുള്ള ഇതാണ്. ഇപ്പൊ കിട്ടിയതിനോട് കൂട്ടി അൽഹംദുലില്ലാഹ് അല്ലാതെ സ്തുതിക്കുക. ഉമ്മ, ഇതില് ജാതി മത ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും റഹീമിന്റെ കുടുംബത്തിനൊപ്പം നിന്നു. ശരിക്കും നമ്മുടെ കേരളം ഇങ്ങനെയാണ് എന്ന് ഉമ്മയ്ക്ക് ഒരു അഭിമാനം തോന്നിയ നിമിഷമാണ്. അഭിമാനം തോന്നി. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി നിറവേറി കിട്ടിയല്ലോ എന്നുള്ളതിന് എല്ലാവരും സ്തുതിക്കുക. ഈ ഉമ്മ നോമ്പെടുത്തുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ അഭ്യർത്ഥന നടത്തിക്കൊണ്ടേയിരുന്നത്. ഈ ഉമ്മയുടെ ഈ നോമ്പുകാലം, ഈ പിന്നിട്ട നോമ്പുകാലം, റമദാൻ മാസം എങ്ങനെയായിരുന്നു? എന്താ പറയാ, ഞാൻ എന്താ പറഞ്ഞില്ല. ഇല്ല, ഉമ്മ നോമ്പെടുത്ത് ആ സമയത്താണ് ഇങ്ങനെ നമ്മൾ പണം ശേഖരിക്കാൻ, വലിയ തുകയാണ് ശേഖരിക്കാൻ പറ്റുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ലൈവിൽ കാലത്ത് എല്ലാവരും സുമനസുകൾ സഹായിക്കണമെന്ന് പറയുന്ന സമയത്ത് ഇത്രയും കോടികൾ പിരിച്ചെടുക്കാൻ, ഇത്രയും വേഗം പിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഉമ്മയ്ക്കും അതുണ്ടായിരുന്നു? ഇല്ല, ഇത്ര വേഗം കായ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. തോട്ടത്തിൽ എപ്പോഴാ കായ് കിട്ടുക, എന്താ ചെയ്യുക, എൻ്റെ കുട്ടിനെ എപ്പോഴാണ് ഞാൻ കാണുക, എപ്പോഴാണ് വരാൻ കഴിയാന്നുള്ള ആ ഒരു വേദാറിലായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കുട്ടിയുടെ പൈസ ഒക്കെ ആയി കിട്ടി. ഇനി എൻ്റെ മോനെ കാത്തിരിക്കണം. അപ്പോൾ ഉമ്മ ഇതിൽ ശരിക്ക് ആരോടാണ് നന്ദി പറയുന്നത്? സ്തുതി തന്നെ അള്ളാഹിനോട് പറയാം. ബാക്കി നിങ്ങളെ പോലത്തോരോട്, അടിയന്മാരോട്, എല്ലാവരോടും, കേരളത്തിലുള്ള എല്ലാവരോടും, എല്ലാവരുടെ സഹകരണം കൊണ്ടല്ല ഇപ്പോൾ ഈ സ്ഥാനത്ത് ഞാൻ എത്തിയതിൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ. അപ്പോൾ എല്ലാവരോടും നന്ദി. എല്ലാവരും ഉമ്മ, സ്മിത അക്ഷരാർത്ഥത്തിൽ നന്ദി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ പോരാട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഒരു ദൗത്യത്തിൽ ഒരുപാട് പേരുണ്ട്. റഹീമിന്റെ കുടുംബത്തിൽ തന്നെ വളരെ പോസിറ്റീവായി എല്ലാവരും ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ്. തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ നമുക്ക് ഇതിന്റെ ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. കാരണം 34 കോടി എന്ന് കേൾക്കുമ്പോൾ അത് എങ്ങനെ എത്തിക്കുമെന്നുള്ളത്. കാരണം നമ്മൾ മുന്നിൽ ഒരു മാസം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. 20 ദിവസം വരെ 2 കോടി 3 കോടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മീഡിയ 24 സാറിനെ ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് പിന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഏകദേശം ഫണ്ട്
കയറി തുടങ്ങിയത്. ഇനിയും 2 ദിവസം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു 34 കോടി അധികം 34 കോടി 46 ലക്ഷത്തോളം ഇപ്പൊ ഇന്നലെ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ഞാൻ ആദ്യം സംസാരിച്ച ദിവസം എനിക്ക് തോന്നുന്നത് നിങ്ങളെ ശബ്ദത്തില് പ്രതീക്ഷയേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു വലിയ തുകയാണ്, എങ്കിലും ശ്രമിക്കാമെന്നുള്ളതായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയായിരുന്നു അതിൽ. പിന്നീടാണ് നിങ്ങൾ പറയുന്നത് അനക്കം വെച്ച് തുടങ്ങി, പെരുന്നാൾ ദിനത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. അതൊന്ന് ഓർത്തെടുക്കാം. അതെ, പിന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പോലെയുള്ള ചാനൽ, പിന്നെ അതുപോലെ പ്രത്യേകിച്ച് 24 SKN പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ അവരൊക്കെ വന്നതിന് ശേഷം ചെറിയൊരു മാറ്റങ്ങൾ വന്നു. ഡെയിലി അപ്ഡേറ്റ് തുടങ്ങി. 24 ചാനൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ ഒരാൾ ലൈവിൽ വന്നിട്ട് പിന്നെ ഇതിന്റെ കണക്ക് പുറത്ത് വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവരോട് എനിക്ക് പറയാനുള്ളത് 24 ചാനലെങ്കിലും നിങ്ങൾ കാണണം. കാരണം ഒരു ആഴ്ചയായിട്ട് ഇവിടെ ഊണും ഉറക്കവും ഇല്ലാതെ അവർ നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ ഡെയിലി അപ്ഡേറ്റ്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉള്ള രീതിയിൽ ഡെയിലി എത്രയാണോ കിട്ടിയത് ഇനി എത്ര ബാക്കിയുണ്ടെന്നുള്ള രീതിയിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 24 ചാനൽ പ്രത്യേകിച്ച് SKM അവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ കുടുംബത്തിന്റെയും ഈ നാട്ടുകാരുടെ ഒക്കെ നന്ദിയുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ 34 കോടിയിലേക്ക് എത്തിയത്. പിന്നെ കുഞ്ചി പൊട്ടിച്ചിട്ട് പോലും 1 രൂപ നാണയത്തുണ്ടുകൾ അടക്കമുള്ള ക്യാഷാണ്. സൈക്കിൾ വാങ്ങാൻ വെച്ചതും പെരുന്നാൾ കഴിക്കാനും വെച്ച ചെറിയ മക്കള് 1 രൂപ പോലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഈ 34 കോടിയിലേക്ക് എത്തിയത്. ഈ 34 കോടി വന്നതിന് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം വൈകിട്ട് പിന്നെ രാത്രി 12 മണിയോളം ആളുകൾ ക്യാഷുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പാലക്കാട് നിന്നും മണ്ണാർക്കാട് നിന്നും തലശ്ശേരി നിന്നൊക്കെ ക്യാഷായിട്ട് അവർ ഈ റഹീമിനും ഇലുമ്മാന്റെ കണ്ണീര് കണ്ടിട്ട് ചേർത്ത് പിടിച്ചിട്ട് അവര് പിന്നെ പണമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അവരോടൊക്കെ നമ്മൾ എങ്ങനെ പറയണം, അവരോട് അതിനെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം സ്വീകരിക്കാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയും ഇത് മടക്കി കൊണ്ടുപോകണം. അവർ കൊണ്ടുപോകാതെ ലാസ്റ്റ് ഉമ്മാക്ക് കൊടുത്തിട്ട് ഉമ്മാന്റെ റഹീം വന്നിക്കാണ്. റഹീമിന് എന്തെങ്കിലും ഉപകാരത്തിൽ കൊള്ളട്ടെ. കാരണം ഒന്നുമില്ലാത്ത റഹീം ഇവിടെ വരുമ്പോൾ 18 വർഷത്തോളം അവിടെ നിന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പൊ റഹീമിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏൽപ്പിച്ച് പോയവരുണ്ട്. അവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നന്ദി അല്ലാതെ അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലാതെ അവർക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. നമ്മുടെ കേരളം ഇങ്ങനെയാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളതിൽ ഒരു സന്തോഷം തോന്നിയോ ഇങ്ങനെ കണ്ടപ്പോൾ? കാരണം ജാതിയില്ല, മതമില്ല, ഏറ്റവും പാവപ്പെട്ടവൻ വരെ നാണയത്തൊട്ട് കൊണ്ടു തന്നു, ചെറിയ കുട്ടികൾ വരെ. അതെ, ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, ഇതാണ് ശരിക്കും റിയൽ സ്റ്റോറി. കാരണം ബോച്ചെ പോലുള്ള ആളുകൾ പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ തുടക്കത്തിൽ ഒരുപാട് ആളുകൾ പല രീതിയിലും വന്നിട്ടുണ്ട്. ഒരു കൊലപാതകിക്ക് എന്തിനു വെറുതെ പണം കൊടുക്കണം, അതേ ആളുകൾ തന്നെ ഈ റഹീമിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. കേരളം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതിന്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് റഹീമിന് ഈ 34 കോടി 2 ദിവസം തികയുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. സ്മിത, ഒന്നുകൂടി ഞാൻ ഉമ്മയിലേക്ക് പോവുകയാണ്. ഉമ്മ ഇപ്പൊ കേട്ടല്ലോ, ഉമ്മയുടെ കുടുംബം തന്നെയായിരുന്നു സത്യത്തിൽ ഇതിലെ ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാട് ആദ്യം മുതൽ എടുത്തത്. കാരണം ഒരു പ്രതീക്ഷ വിടാതെ ഇത്രയും വലിയ തുകകൾ സമാഹരിക്കൽ വലിയ ദൗത്യമാണ്. അപ്പൊ ഉമ്മയുടെ മനസ്സിൽ ഈ ഇവരൊക്കെ ആദ്യം വലിയ സഹായങ്ങളൊന്നുമില്ല, വലിയ ആൾക്കാരില്ല, ആ സമയത്തുള്ള ആദ്യ സമയത്തുള്ള ഒരു മനസ്സെങ്ങനെയായിരുന്നു? എന്താവും എൻ്റെ കുട്ടി ഇത്തരെയൊക്കെ ചോദിച്ചാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, ആരാരും സഹായിക്കുക, എന്താ ചെയ്യുക, അപ്പൊ എൻ്റെ കുട്ടിക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുമോ, അവിടെ തന്നെ ആയിരിക്കുമോ, ഞാനും എൻ്റെ കുട്ടിയിട്ട് നമ്മൾ കാണുമോ എന്നുള്ള ആ ഒരു ശങ്ക ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പാടെ കൂടിയായി ഇതിനൊക്കാണ്ട് ഒരുങ്ങി പൈസ ഒക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി. ഇപ്പം എൻ്റെ കുട്ടിയുടെ കാര്യത്തിലൊക്കെ പൈസക്കാട് കൊടുത്തു കഴിഞ്ഞ് നടന്നതുകൊണ്ട് ഞാൻ മോനെ കാത്തിരിക്കുന്നൊരു സന്ദർഭമായി. ഇപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് വന്ന് കാണട്ടെ എന്നുള്ളതിന് അതാണ് സൂചി. SKN ഉമ്മയോട് പ്രത്യേകം നന്ദി അറിയിക്കാനും സന്തോഷം. കാരണം ഉമ്മ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്നാണ് SKN പറഞ്ഞത്. കാരണം പ്രതീക്ഷ കൈവിടാതെ മകന് വേണ്ടിയുള്ള അഭ്യർത്ഥനയുമായി ഉമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ശ്രമിക്കുന്നവർക്ക് മുൻപിലും ഉമ്മ ഒരു പ്രതീക്ഷയായിരുന്നു എന്നുള്ളതാണ്. തൊട്ടൊക്കെ നേരെ കാത്തിരുന്നോണ്ടായിരിക്കും. അലഹംദുലില്ലാ ഞാനിത്തോത് എത്തി ഇവിടെ തിരിഞ്ഞൊരു കുട്ടീനെ കൂടി കണ്ടാൽ നല്ല നിലക്കുള്ള സൗഹൃദ ജീവിതം അള്ളാഹു എനിക്ക് തരട്ടെ, എൻ്റെ കുട്ടികളെല്ലാം നിന്ന് ജീവിക്കാനും അള്ള കയറ് തരട്ടെ മാത്രം തരാം. സ്മിത, ക്രിസ്റ്റീന, ഒരുപക്ഷെ ഈ വേളയിൽ ഈ ഉമ്മ പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടാതെ ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനം, ആ പ്രവർത്തനം വിജയത്തിലെത്തിക്കും എന്നുള്ളതാണ് റഹീമിന്റെ കുടുംബം അല്ലെങ്കിൽ റിയൽ കേരള സ്റ്റോറിയിലൂടെ നമ്മളെല്ലാവരും ചേർന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇതാണ് കേരളം, ഇങ്ങനെ തന്നെയാകണം കേരളം എന്നുള്ളതാണ്. അല്ലേ ഉമ്മ? അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുക, അങ്ങനെ ആയി കിട്ടട്ടെ, കിട്ടുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അബ്ദുൾ റഹീം എന്ന അറബി പദത്തിന്റെ അർത്ഥം കാരുണ്യവാന്റെ അടിമ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മലയാളികളുടെ കാരുണ്യം കൈകോർത്തുള്ള ഒരു ചേർത്തുപിടിക്കൽ ഈ കുടുംബത്തിനുണ്ടായി. അതിനെല്ലാം കാരണക്കാരിയായത് ഈ ഉമ്മ നൽകിയ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും തന്നെയായിരുന്നു. ആ ഉമ്മയുടെ അഭ്യർത്ഥനയിലുള്ള ഉമ്മയോട് നമ്മുടെയും സ്നേഹം അറിയിക്കുക. സ്നേഹം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു കാരണം. ഇങ്ങനെ ഈ ലോകം മുഴുവനുള്ള മലയാളികൾ ചേർന്ന് നിന്നതിന്റെ പിന്നിലുള്ള ആ ഒരൊറ്റ വികാരം, സ്നേഹം എന്ന വികാരം, അത് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. നമ്മൾ അതിന് എന്താ പറയാ, കൺമുന്നിൽ നമ്മൾ കണ്ടതാണ്, നേർസാക്ഷ്യമാണ്. ഈ കാലത്ത്
ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രേരക ശക്തിയാകുന്നു, ചാലക ശക്തിയാകുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.